ഛത്രപതി ശിവജി. ശിവജിയെക്കുറിച്ച് എത്രയോ കഥകൾ ഉണ്ട്. നാം ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ എപ്പോ ശരീരം ഉപേക്ഷിക്കുന്നുവോ ആ നിമിഷം മുതൽക്ക് നമ്മൾ കഥകളായിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് എങ്ങനെ നടന്ന ആളായിരുന്നു, ഒക്കെ പോയി, അദ്ദേഹമാണ് ഈ കെട്ടിടം വെച്ചു. അപ്പൊ നാം ഒക്കെ യഥാർത്ഥത്തിൽ കഥകളാണ്. കഥയാണെന്ന് മനസ്സിലാക്കാതെ ജീവിച്ചിരിക്കുമ്പോ ജീവിതവും ആണ്. കഥയായിട്ട് മാറുമ്പോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുണപാഠം കിട്ടാനില്ലെങ്കിൽ ആരും കഥ പറയില്ല. ഈയിടെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ ഞാൻ തന്നെ പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോ വലിയ മഹാന്മാരാന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡുകളൊക്കെ ഉണ്ടാക്കി പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ എത്തിച്ച് ആള് മരിച്ചു പോയാൽ പിന്നെ ആര് ശ്രദ്ധിക്കണം? അതിൽ കഥയുണ്ടോ എന്ന് പറഞ്ഞാൽ മഹത്തരമായ കാര്യമുണ്ടോ എന്നാണ് അർത്ഥം. അയാളൊരു കഥ ഇല്ലാത്തവനാണെന്നാണ് എന്താ അർത്ഥം? ചിലരെ കുറിച്ച് പറയില്ലേ, ആ പയ്യൻ കഥ ഇല്ലാത്ത പയ്യനാ. കഥ എന്ന് പറഞ്ഞാൽ അതിൽ മേലാക്കത്തേക്ക് നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാവണം. ആണും പെണ്ണും കൂടി പ്രേമിച്ചു, ഒരുത്തൻ വണ്ടിക്ക് തലവെച്ചു, മറ്റുള്ള തൂങ്ങി വെച്ചു. ഇതൊന്നും കഥയല്ല. അതിനിപ്പോ എന്താ പഠിക്കാറില്ല? അങ്ങനെ എത്ര എണ്ണം സംഭവിക്കുന്നു. കഥയിലേക്ക് വരുമ്പോ ശിവജി, ആ ശിവജിയുടെ ഗുരുനാഥൻ ഒക്കെ നമുക്ക് പലതും പറഞ്ഞു തരുന്നുണ്ട്. സമർത്ഥ രാമദാസ് ശിവജിയുടെ പ്രതാപത്തിന്റെ മാക്സിമത്തിൽ നിൽക്കുമ്പോൾ ശിവജി വളരെ വലിയൊരു കോട്ട പണിയാണ്. നമ്മളും അങ്ങനെ കോട്ട പണിയുണ്ട് കേട്ടോ. ഒരിക്കലും ധന്യമേ ജീവിതത്തിലെ കാര്യം പറയുമ്പോ ആ കഥാപാത്രത്തെ പറ്റിയല്ല പറയുന്നത്, എന്റെ കാര്യവും നിങ്ങളുടെ കാര്യം. ആ കോട്ട പണിയുന്നതിന് പകരം നമ്മൾ പണിയ വീടാവും. അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തില് ശിവജി കണ്ണു കാഴ്ച ആ കോട്ടയില് പണിയണ ആയിരക്കണക്കില് പേര്, ശില്പികള് കോട്ട പണിയാണ്. കോട്ട സുൽത്താന്റെ ബാറ്ററി കോട്ടയാണ് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ കോട്ട പണിയുന്നുണ്ട്. ശിവജിയല്ലേ കോട്ട പണിയതില്ല, അല്ല നമ്മളും കോട്ട പണിത. നമ്മുടെ വീട്, നമ്മുടെ തുടി, അത് നമ്മുടെ വീടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞ് നമ്മൾ നേരെയാക്കല്, ഇതൊക്കെ കോട്ട പണിയല. എന്റെ സുരക്ഷിതത്വം ഇന്ന കാര്യം, പെൻഷൻ, ശമ്പളം, ബാങ്ക് ബാലൻസ്, സ്വർണം വാങ്ങിയിട്ട് ലോക്കറിൽ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ കോട്ട പണിയല. എന്തിനാത്? എന്നെ രക്ഷിക്കാൻ. ഒടുവിൽ തോക്കിന് ലൈസൻസ്, അതിലൊരു നിറ ഉണ്ട, എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കണു. തോക്ക് എന്തിനാ? എന്നെ രക്ഷിക്കാൻ. നിറവൊക്കെ കൈവശമുണ്ട്, ലൈസൻസ് ഉണ്ട്. ഒരു സെക്കൻഡ് നേരം ശിവജി ആലോചിച്ചു, ഞാൻ എത്ര മഹാനാ. എത്രയോ പേര് പണിക്ക് വെക്കുന്നു, വൈകുന്നേരം അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളം കൊടുക്കുമ്പോ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക്. ഇവരെ സംരക്ഷിക്കുന്ന ഞാൻ. ഇനി എനിക്ക് വേണ്ടി അവരെത്ര വലിയ കോട്ടയാണ് പണിയുന്നത്. ഞാനൊരു പ്രമാണിയാണ് കേട്ടോ എന്ന് ശിവജിക്ക് മനസ്സ് തോന്നി. ആരോടും പറഞ്ഞില്ല. ഇങ്ങനെ മനസ്സിൽ തോന്നിയ ആളുകൾ പലരും ഇരിക്കുന്നു കാണാം. സ്വീകരണ മുറിയിലത്തെ ചാരികസേരയില് ഞാൻ ആരാം മോൻ, ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോ ഈ ചെറിയ വീട് മതിച്ചിട്ടാ. വലിയ വീട് 5 അവിടെ ഉണ്ട്.
എസ്റ്റേറ്റ് വേറെ ഉണ്ട്, ഷെയർ മാർക്കറ്റ് ഉണ്ട്. ഞാൻ ആരാ മോന്ന വിചാരം? നല്ല രീതിയിൽ കമ്പനി നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ ഒരു സുഹൃത്ത്, ഭാര്യ ജോലിക്ക് പോവുകയാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥ. അപ്പൊ ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഞാൻ പോകണമെന്ന് ഭാര്യ കണ്ട് പോയപ്പോ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു ഇതിനൊന്നും പോണ്ടാണ്, 5 മിനിറ്റ് വൈകിയ ചീത്തേക്കും മേലുദ്യോഗസ്ഥന്റെ. എന്ത് കാര്യത്തിനാന്ന്? അവള് വാങ്ങണതിനേക്കാൾ ശമ്പളം ഞാൻ പറഞ്ഞ ശമ്പളക്കാരെ കൊടുക്കുന്നുണ്ട്, അതിനേക്കാൾ ശമ്പളം ഞാൻ കൊടുക്കുന്നില്ലേ? നിന്റെ കമ്പനിയിലാണ് വന്നിരുന്നാ പോരെ, അത് ഞാൻ കൊടുക്കില്ലേ? 100% നടന്ന സംഭവമാണ്. ആളുടെ പേര് പറയാത്തത് ആ വ്യക്തിക്ക് അപമാനം ആകരുതെന്ന് വിചാരിച്ചു. പലപ്പോഴും എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് പല കാര്യവും പറയേണ്ടി വരും, ആളുടെ പേര് പറയാൻ പറ്റില്ല. അപ്പൊ മാറ്റി പറയാൻ ചില ടെക്നിക്കൊക്കെ ചെയ്യും. ഒരാളെ അപമാനിക്കലല്ലോ ലക്ഷ്യം. ഇത് ശരിയല്ല എന്ന് എനിക്കും തോന്നി. കമ്പനി പൊളിഞ്ഞു, ഒളിവിലായി, അകത്താവുന്നുള്ള സ്ഥിതി എത്തി, എല്ലാം തകർന്നു. പിന്നെ ജീവിക്കുന്നത് ഭാര്യയ്ക്ക് ശമ്പളം കിട്ടുന്നതുകൊണ്ട്. ആ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടുന്നതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ വരി എനിക്ക് ഓർമ്മ വന്നു, ആ പറഞ്ഞ വരി. അപ്പത്തെ ലെവലിലായി ശരിയാണ്, ഞാൻ ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കല്ലേ. ഇത്രയും കോട്ടയിൽ എത്ര പേരാ പണിയെടുക്കണേ? അവര് വൈകുന്നേരം അരി വാങ്ങുന്നത് ഞാൻ കൊടുക്കുന്ന കാശ് കൊണ്ടല്ലേ എന്ന് ശിവജിക്ക് തോന്നിയാൽ എത്ര വലിയ കോട്ടയാണ് എനിക്ക് ചുറ്റും തീർക്കുന്നതെന്ന് തോന്നിയപ്പോ ശിഷ്യന്റെ മനസ്സും ചലിച്ചത് സമർത്ഥ രാമദാസിന് മനസ്സിലായി. ഗുരു അവിടെ വന്നു. ഇന്ന് എന്താ ചിന്തിച്ചേന്ന്? ഗുരു ശിഷ്യ ബന്ധം മാതാവ് പുത്രൻ ബന്ധത്തെക്കാൾ ശക്തമാണ്. വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ ശിഷ്യനല്ലേ, അങ്ങനെയൊന്നും പറയരുത്. ഗുരുവിന് ശിക്ഷ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ്. നമ്മളിപ്പോ ഗുരു എന്ന് പറഞ്ഞാൽ ട്യൂഷൻ മാഷാ ഗുരു. അങ്ങനത്തെ ഗുരു ശിഷ്യ ബന്ധമൊന്നുമില്ല. ഗുരു ദൈവം തന്നെ. അതുകൊണ്ടാണല്ലോ ശിഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നപ്പോ ഗുരുവിന് തോന്നിയത്. പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി. നമുക്കങ്ങനെ തോന്നലുണ്ടാവില്ലേ? അങ്ങനെ തോന്നൽ ഉണ്ടാവണ്ടേ? ഞാനൊരു പ്രമാണി, എന്താണ് തോന്നലുണ്ടാവണ്ടേ? എത്ര ഇപ്പൊ ഈയിടെ ചെറുപ്പക്കാരനായുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു വേദി കയറി, എന്റെ അപ്പുറത്തിരിക്കുക. അപ്പൊ സദസ് മുഴുവൻ നടനെ കണ്ടിട്ടിങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുക. അപ്പൊ എന്തൊക്കെ ഇയാളോട് ചോദിക്കേണ്ടി വന്നു. ചോദിക്കേണ്ടി വരുമ്പോ അയാൾ ഇന്റെ ലോകത്തൊന്നല്ല, ആകെ ഭ്രമിച്ചിരിക്കുകയാണ്. ഇതുപോലെ സമർത്ഥ രാമദാസ് ആയിക്കോട്ടെ, ഇവരൊക്കെ ആഹാരം കൊടുക്കും ശമ്പളം കൊടുക്കുന്നത് ശിവജിയാണല്ലോ, അല്ലേ ഗുരുനാഥ? അതിലൊരാളെ വിളിച്ചു, അവിടെ ഒരു പാറ ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിക്കാൻ പറഞ്ഞു. ആ പാറയിൽ പൊട്ടിച്ചു. അതിനകത്ത് വെള്ളം. ആ പാറയുടെ അകത്ത് ചിലപ്പോ ഉരുണ്ട പാറയാവും. ശിവജിയോട് ചോദിച്ചു, അതിനകത്തേക്ക് നോക്കാൻ പറഞ്ഞു. എന്താ? അതിനകത്തൊരു തവള. ആ തവളെ സംരക്ഷിച്ചിരുന്നതും ശിവജിയാണോ? ആ തവളയ്ക്ക് വെള്ളം കൊടുത്തിരുന്നതും നീയാണോ? വലിയ പ്രമാണിത്വം പറഞ്ഞല്ലോ.
സകല ചരാചരങ്ങൾക്കും വേണ്ടുന്നത് എത്തിക്കുന്നു പ്രകൃതി. എത്ര പേര് വെള്ളം കിട്ടാതെ വഴി കിടക്കുന്നുണ്ട്? ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, സാധാരണ ഇതിൽ കാണില്ല. അത് കണ്ട ആർക്കെങ്കിലും തോന്നും, ഒരാളെങ്കിലും വെള്ളം കൊടുക്കും. എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കുന്ന ആ ഈശ്വരനെ ഒന്ന് മറന്നിട്ട് ഞാനാണ് സഹായിക്കുന്നത്, എന്റെ കീഴിലാണ്. പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെ കീഴിൽ 150 പേരുണ്ട്, അവര് എന്ത് ജോലി ചെയ്യണമെന്ന് ഞാനാ നിശ്ചയിക്കാൻ. ഗുരു ഒന്നും പറഞ്ഞില്ല, സമർത്ഥരാദാസ് ഒന്നും പറയാതെ തന്നെ മനസ്സിലായി ആ പാറയുടെ അകത്ത് വെള്ളവും അതിനകത്തൊരു തവളയും. ഇത് കേൾക്കുമ്പോ ചിന്തിക്കേണ്ടതാണ്, സമുദ്രത്തിന്റെ അഗാധതയിൽ തിളച്ച വെള്ളമുണ്ട്. ആ തിളച്ച വെള്ളത്തിന്റെ ഇപ്പുറത്ത് അത്രയും തണുത്ത വെള്ളവും. ചില ജീവികളുടെ തല ഈ തണുത്ത വെള്ളത്തിലും ഉടല് ചൂടുവെള്ളത്തിന്റെ ഭാഗത്തുമായിട്ടാണ് ആ ജീവികൾ വളരുന്നത്. അവർക്ക് ഇങ്ങനെ തിളച്ച വെള്ളവും വേണം, ഇങ്ങനെ തണുത്ത വെള്ളവും വേണം. രണ്ടും സമുദ്രത്തിലാണ്. ഈ ജീവിക്ക് വളരാൻ ഇത് വേണം. നമ്മളുടെ കാലാവസ്ഥ മാത്രമല്ല, ഏതൊക്കെ രീതിയിലാണ് പ്രകൃതി അത്ഭുതം ഉണ്ടാക്കുന്നത്. സമർത്ഥ രാമദാസിന്റെ വരികളും ഈ സംഭവവും ശിവജിയെ സ്വാധീനിച്ചത്. ഇപ്പോഴും മഹാരാഷ്ട്രയിലുള്ളവര് ഈ കഥ പറയാറുണ്ട്. ചിന്തയ്ക്ക് വിടുന്നു. നമസ്കാരം.